നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇലക്ഷൻ എക്സ്പ്രസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കോഴിക്കോട് ജില്ലയിലെ 13 നിയമസഭാ മണ്ഡലങ്ങളെക്കുറിച്ചാണ്. കോഴിക്കോട് LDFന് ശക്തമായ ഒരു കേന്ദ്രം തന്നെയാണ്. ചുവന്ന പരവതാനി വിരിച്ച് തന്നെയാണ് കോഴിക്കോടിലെ പല നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്നും ആളുകൾ വിജയിച്ച് കയറുന്നത്. എന്നാൽ ഈ പ്രാവശ്യം UDFും LDFും തമ്മിൽ ശക്തമായ ഒരു പോരാട്ടം തന്നെ ഈ 13 നിയമസഭാ മണ്ഡലങ്ങളിലും നിലനിൽക്കുന്നുണ്ട് എന്ന കാഴ്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇപ്പോഴത്തെ ഒരു സ്കോർ എന്ന് പറഞ്ഞാൽ LDF 11 സീറ്റിലാണ് വിജയിച്ചിരിക്കുന്നത്. 2 സീറ്റുകളിൽ മാത്രമാണ് UDFന് അപ്രമാദിത്യം ഉള്ളത് എന്നുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിക്കും, അതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. എൻ്റെ കൂടെ ജോർജി ജോസാണുള്ളത്. നമുക്കറിയാം, കോഴിക്കോട് എന്ന് പറയുന്നത് LDFൻ്റെ ശക്തമായ ഒരു മുന്നോട്ട് പോകുന്ന രീതി തന്നെയാണ് നമ്മൾ കാണുന്നത്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ നല്ല ടൈറ്റ് കോമ്പറ്റീഷനാണ് പല മണ്ഡലങ്ങളിലും നടക്കുന്നത്. അപ്പോൾ അവിടെ UDFും LDFും ഡയറക്റ്റ് ഫൈറ്റാണ് നടക്കുന്നത്. എങ്ങനെയാണ് നമ്മൾ ഈ കോഴിക്കോട് ജില്ലയിലെ നിയമസഭാ മണ്ഡലങ്ങളെ ചർച്ച ചെയ്യുമ്പോൾ കരുതുന്നത്? തീർച്ചയായിട്ടും റോജി, VD സതീശിൻ്റെ 100+ സീറ്റ് അല്ലെങ്കിൽ 100 സീറ്റ് എന്ന് പറയുന്ന ആ ഒരു കോൺഫിഡൻസിൽ കോഴിക്കോട് ജില്ലയുമുണ്ട്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ഈ 20 കൊല്ലമായിട്ട് കോഴിക്കോട് ജില്ലയിൽ നിന്നും ഒരു മണ്ഡലത്തിൽ നിന്നും ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിച്ചു കയറിയിട്ടില്ല. പല മണ്ഡലങ്ങളുടെയും ഒരു ചരിത്രം എടുത്ത് നോക്കുമ്പോൾ ഏറ്റവും അവസാനം ആ മണ്ഡലങ്ങളിലൊക്കെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിച്ച് കയറിയത് ഈ 2001 കോൺഗ്രസിന് ഒരു 100 സീറ്റ് ലഭിച്ച ആ ഒരു വിജയമുണ്ട്. അന്നാണ് പല മണ്ഡലങ്ങളിലും ഏറ്റവും അവസാനമായിട്ട് കോഴിക്കോട് ജില്ലയിൽ കോൺഗ്രസ് കാൻഡിഡേറ്റ്സ് ജയിച്ചു കയറുന്നത്. കൊയിലാണ്ടി, കോഴിക്കോട് നോർത്ത് പോലുള്ള മണ്ഡലങ്ങൾ. അതിനാൽ തന്നെ കോഴിക്കോട് ജില്ലയിൽ എത്രത്തോളം സീറ്റ് കൂടുതൽ കോൺഗ്രസിന് UDFന് നേടാൻ സാധിക്കുന്നുവോ അത്രത്തോളം ഒരു ബിഗ് അഡ്വാൻറ്റേജ് തന്നെയാണ്. അവരുടെ അധികാരത്തിലേക്കുള്ള യാത്രയിൽ വലിയൊരു ബൂസ്റ്റിംഗ് തന്നെയായിരിക്കും ഈ കോഴിക്കോട് ജില്ലയിൽ നിന്നും കോൺഗ്രസിന് UDFന് കിട്ടാൻ പോകുന്ന അഡീഷണൽ സീറ്റുകൾ. ഇപ്പോൾ റോജി പറഞ്ഞതുപോലെ സ്കോർ ബോർഡ് നിൽക്കുന്നത് 11-2 ഒരു സീറ്റ് ലീഗ്, അത് കൊടുവള്ളിയിൽ ലീഗ് ആ സീറ്റ് കരസ്ഥമാക്കിയിരിക്കുന്നു 2021. രണ്ടാമത്തെ സീറ്റ് വടകര KK രമയിലൂടെ UDF കരസ്ഥമാക്കിയിരിക്കുന്നു. അപ്പോൾ ഈ 2 സീറ്റ് മാത്രമാണ് UDFന് നിലവിൽ കോഴിക്കോടുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു വടകരയിൽ നിന്ന് തന്നെ നമുക്ക് യാത്ര ആരംഭിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും KK രമ എന്നൊരു 2021 ശക്തമായ ഒരു സ്വാധീനം നിലനിർത്തിയിരുന്നത് TP ചന്ദ്രശേഖരനെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. TP ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന പാർട്ടിയിലെ ഒരുപാട് ജീർണതയ്ക്ക് എതിരെ പടപൊരുതി പുറത്തേക്ക് വരികയും RMP രൂപീകരിക്കുകയും തുടർന്ന് വലിയ രീതിയിൽ പ്രചാരണം നടത്തുകയൊക്കെ ചെയ്ത ഒരു വ്യക്തി തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണശേഷമാണ് KK രമ അവിടെ മത്സരരംഗത്തേക്ക് വരികയും അവിടെ വലിയ രീതിയിലുള്ള ഒരു വിജയം സ്വന്തമാക്കുകയും ചെയ്തത്. അപ്പോൾ RMP എന്ന് പറയുന്നത് UDFൻ്റെ ഒരു ഘടകകക്ഷിയായി മാറുകയും KK രമ വിജയിച്ച് കയറുകയും ചെയ്തു. 2026 വീണ്ടും KK രമ തന്നെയാണ്. അപ്പോൾ സാധ്യതകൾ വെച്ച് നോക്കുമ്പോൾ KK രമ തന്നെ അവിടെ വിജയിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. 2021 UDFും RMPയും തമ്മിലുള്ള ഒരു സഖ്യത്തിൽ ഏർപ്പെട്ടതിന് ശേഷം KK രമയ്ക്ക് അവിടെ ലഭിക്കുന്ന ഭൂരിപക്ഷം എന്ന് പറയുന്നത് ഏകദേശം 7000-ഓളം വരുന്ന ഭൂരിപക്ഷം തന്നെയാണ് അവിടെ ലഭിക്കുന്നത്. വർഷങ്ങളായിട്ട് ഒരു 1965 മുതലുള്ള വടകര മണ്ഡലത്തിൻ്റെ ചരിത്രം എടുത്ത് നോക്കുമ്പോൾ സോഷ്യലിസ്റ്റ് പാർട്ടികൾക്ക് വളരെ വേരോട്ടമുള്ള ഒരു മണ്ഡലമാണ് ഈ പറയുന്ന വടകര എന്ന് പറയുന്നത്. നമുക്കറിയാം, അവിടെ നേരത്തെ ജയിച്ചു കയറിയ പല കാൻഡിഡേറ്റ്സും CK നാണു പോലുള്ള ജനതാദൾ പാർട്ടിയുടെ കരുത്തനായിട്ടുള്ള നേതാക്കളൊക്കെ അവിടെ നിന്ന് ജയിച്ചു കയറുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ റോജി പറഞ്ഞതുപോലെ TP ചന്ദ്രശേഖരൻ്റെ അദ്ദേഹത്തിൻ്റെ മരണം അത് വലിയൊരു അലയൊലി ആ വടകര മണ്ണിൽ തീർത്തിട്ടുണ്ട്. RMPക്ക് ശക്തമായിട്ടുള്ള ഒരു സ്വാധീനം അവിടെ തീർച്ചയായിട്ടും ഉണ്ട്. പലപ്പോഴും ഈ പറയുന്ന CPMൻ്റെ പരമ്പരാഗത വോട്ട് ബാങ്കിലേക്ക് കടന്നു കയറുവാൻ ഈ RMPയുടെ സ്ഥാനാർത്ഥിക്ക് സാധിച്ചിട്ടുണ്ട്, KK രമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ UDFൻ്റെ കൂടി പിന്തുണ ലഭിക്കുന്നു. ഒപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിൽ അവിടെ തീർത്ത ഒരു തരംഗം. അതെ, RMPക്ക് നല്ലൊരു സംഘടനാ ശക്തിയുള്ള തന്നെയാണ്. അതായത് പല സഖാക്കൾ ആയ വ്യക്തികളും RMPയോടൊപ്പം ചേരുകയും അവർക്കറിയാം എങ്ങനെ ഈ മണ്ണിൽ വർക്ക് ചെയ്താലാണ് വോട്ടുകൾ സമാഹരിക്കാൻ പറ്റുക എന്നുള്ളത് അവർക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ വോട്ടുകൾ എല്ലാം തന്നെ അവിടെ ഉണ്ട്, നിലനിൽക്കുന്ന വോട്ടുകളാണ്. ആ വോട്ടുകൾ പോകാതെ സൂക്ഷിക്കുക എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഷാഫി പറമ്പിൽ വന്ന് ഉണ്ടാക്കിയ ഒരു ഓളം കൂടി അവിടെയുണ്ട്. ആ ഓളവും തീർച്ചയായും UDFന് അനുകൂലമായി മാറും എന്ന് തന്നെയാണ് കണക്കൂട്ടൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏകദേശം ഒരു 20K+ വോട്ടിന്റെ ഭൂരിപക്ഷം നിലവിൽ UDFന് അവിടെയുണ്ട്. അപ്പോൾ അതിനാൽ തന്നെ ഭരണവിരുദ്ധ വികാരം, ഈ TP ചന്ദ്രശേഖർ വധവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, KK രമയോടുള്ള ഒരു സഹതാപ തരംഗം, ഒപ്പം തന്നെ CPMനോടുള്ള ചില എതിർപ്പുകൾ, പാർട്ടി പ്രവർത്തകർക്കിടയിൽ തന്നെ CPMനോടുള്ള ചില എതിർപ്പുകൾ, ഷാഫി പറമ്പിലിൻ്റെ ഒരു സൃഷ്ടിച്ച ഒരു തരംഗം, ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ ഈ പറയുന്ന 7000 എന്ന് പറയുന്ന ഭൂരിപക്ഷം ഒരുപക്ഷെ 10K+ പോയാലും KK രമ അവിടുന്ന് ജയിച്ചു കയറിയാലും, നമുക്ക് 10K+ ഭൂരിപക്ഷത്തോട് ജയിച്ചു കയറിയാലും അവിടെ അത്ഭുതം ഒന്നും ഇല്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കും. പലപ്പോഴും നിയമസഭയിൽ സംസാരിക്കുന്ന സമയത്ത് തന്നെ KK രമ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇത് ഞാനല്ല, എന്നിലൂടെ TP ചന്ദ്രശേഖരൻ തന്നെയാണ്
സംസാരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അത്രയൊരു സെൻസിറ്റീവായ ആ വിഷയത്തെ എടുക്കാൻ വേണ്ടി അവിടെയുള്ള ആളുകളും കഴിഞ്ഞു എന്നുള്ളതാണ് അത് വലിയ വിജയത്തിലേക്ക് കൊണ്ടുവരും. തീർച്ചയായും അത് വളരെ പ്രധാനപ്പെട്ടാണ്. നമുക്കിനി വടകരയിൽ നമുക്ക് കുറ്റ്യാടിയിലേക്ക് വരാം. കുറ്റ്യാടി കഴിഞ്ഞ തവണ 2021 വളരെ ടൈറ്റ് ആയിട്ടുള്ളൊരു കോമ്പറ്റീഷൻ നടന്ന ഒരു മണ്ഡലം തന്നെയാണ്. അതിൻ്റെ മണ്ഡല പുനർനിർണയത്തിന് ശേഷം ലീഗും CPM തമ്മിൽ ശക്തമായിട്ടുള്ളൊരു മത്സരം നടക്കുന്ന ഒരു മണ്ണ് കൂടിയാണ്. അതിനാൽ തന്നെ ഇത്തവണത്തെ UDF നേതാക്കൾ അവകാശപ്പെടുന്ന UDF തരംഗം, ഭരണവിരുദ്ധ വികാരം അതെല്ലാം കൂടി ആഞ്ഞടിക്കുകയാണെങ്കിൽ കുറ്റ്യാടി ഈസി ആയിട്ട് UDFന്റെ പോക്കറ്റിലേക്ക് ലീഗിലൂടെ അവർക്ക് കരസ്ഥമാക്കാൻ സാധിക്കും. കാരണം കഴിഞ്ഞ തവണ അവർക്ക് ലഭിച്ച LDF ജയിച്ചു കയറിയ ഭൂരിപക്ഷം എന്ന് പറയുന്നത് വെറും 333 വോട്ടുകൾ മാത്രമാണ്. അതിനാൽ തന്നെ ശക്തമായിട്ടുള്ള ഒരു UDF തരംഗം ആഞ്ഞടിക്കുകയാണെങ്കിൽ കുറ്റ്യാടി സ്വാഭാവികമായിട്ടും UDFന്റെ പക്കലേക്ക് പോകാനുള്ള സാധ്യത. തീർച്ചയായും 2026 മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം ലീഗ് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. UDFന്റെ കൂടെ കോൺഗ്രസിന്റെ കൂടെ തന്നെ മുസ്ലിം ലീഗും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ കാണാൻ കഴിയുന്ന പ്രത്യേക ഒരു കാര്യം. അതുകൊണ്ട് തന്നെ കുറ്റ്യാടിയിൽ ചില അട്ടിമറികൾ സംഭവിച്ചാലും അതിശയപ്പെടാൻ ഇല്ല എന്നുള്ളതിനാണ്. പക്ഷേ അപ്പോഴും കുറ്റ്യാടി എന്ന് പറയുന്ന സ്ഥലത്ത് LDFന് നല്ല വേരോട്ടമുള്ള ഒരു മണ്ണ് തന്നെയാണ്. അപ്പോൾ ഈ 90+ അല്ലെങ്കിൽ 100 എന്ന് പറയുന്ന ഒരു സംഖ്യയിലേക്ക് UDF എത്തുകയാണെങ്കിൽ കുറ്റ്യാടി ആ ലിസ്റ്റിൽ ഉണ്ടാവും. തീർച്ചയായിട്ടും ഇത്തവണ അവിടെ UDFന് വേണ്ടി മത്സരിക്കുന്നത് പാറക്കൽ അബ്ദുള്ള, ലീഗിന്റെ സ്ഥാനാർത്ഥി. LDFന് വേണ്ടിയിട്ട് അവിടുത്തെ സിറ്റിംഗ് MLA തന്നെയായിട്ടുള്ള KP കുഞ്ഞഹമ്മദ് കുട്ടി മാസ്റ്റർ അവിടെ മത്സരിക്കുന്നു. BJPക്ക് വേണ്ടി രമദാസ് മൺലേരി അവിടെ മത്സരിക്കുന്നുണ്ട്. 2021-ലും 2016-ലും വളരെ നേരിയ ഭൂരിപക്ഷം മാത്രമേ അവിടെ LDFന് ഉണ്ടായിരുന്നു. ക്ഷമിക്കണം, 2016-ൽ അവിടെ UDF ആണ് ജയിച്ചേറിയത്. വളരെ നേരിയ ഭൂരിപക്ഷം 1500 വോട്ടുകളുടെ ഭൂരിപക്ഷം. 2021 എത്തിയപ്പോഴേക്കും 333 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെ വേണമെങ്കിലും ചാഞ്ചാവുന്ന മണ്ഡലമാണ് ഈ പറയുന്ന കുറ്റ്യാടി. പക്ഷേ ഇത്തവണ UDF അനുകൂല സാഹചര്യമാണെങ്കിൽ ഈസി ആയിട്ട് തന്നെ അത് ലീഗിനെ കരസ്ഥമാക്കാം. അവിടെ വരാനുള്ള ഒരു സാഹചര്യമൊക്കെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം LDFന്റെ ഒരു പ്രവർത്തനം, ഒരു സംഘടനാ പ്രവർത്തനം ഒക്കെ അവിടെ ശക്തമായിട്ട് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാം, ബലാബലം എന്ന് തന്നെ. അതെ, തീർച്ചയായും. ഇനി നമുക്ക് നാദാപുരത്തിലേക്ക് വരാം. നാദാപുരത്തിന്റെ മണ്ഡല രൂപീകരണ കാലഘട്ടം മുതൽ തന്നെ അവിടെ ജയിച്ചേറിയത് ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ മാത്രമാണ്. ചരിത്രത്തിൽ ഒരു തവണ മാത്രമാണ് അവിടെ ഒരു UDF അനുകൂല ഒരു ട്രെൻഡ് സംഭവിച്ചത്. പക്ഷേ ഇത്തവണ നാദാപുരത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് KM അഭിജിത്ത് അദ്ദേഹം ശക്തമായിട്ടുള്ളൊരു മത്സരം അവിടെ കാഴ്ചവെക്കുന്നുണ്ട്. അതിശക്തമായിട്ടുള്ള ഒരു മത്സരം തന്നെ കാഴ്ചവെക്കുന്നുണ്ട്. പരമ്പരാഗതമായിട്ടും LDFന്റെ ഒരു ഉറച്ച കോട്ട തന്നെയാണ് നാദാപുരം. ഞാൻ പറഞ്ഞതുപോലെ ചരിത്രത്തിലെ കണക്കുകൾ എടുത്ത് നോക്കുമ്പോൾ UDFനെ ആശ്വസിക്കാൻ വകയില്ല. പക്ഷേ ഇത്തവണ KM അഭിജിത്ത് എന്ന ആ യങ് ആയിട്ടുള്ള ആ കോൺഗ്രസിന്റെ നേതാവിലൂടെ നാദാപുരം തിരിച്ചുപിടിക്കാൻ സാധിക്കുമെന്നൊരു കോൺഫിഡൻസ് UDFനുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ നേതാവ് തന്നെയാണ് അഭിജിത്ത് എന്ന് പറയുന്നത്. പ്രസംഗത്തിലൂടെയും സംഘടനാ പ്രവർത്തനങ്ങളിലും എല്ലാം കയറി വന്ന ഒരു വ്യക്തിയാണ് അഭിജിത്ത്. അപ്പോൾ അഭിജിത്ത് അവിടെ വന്ന് ഇറങ്ങിയ സമയം മുതൽ തന്നെ അവിടെയുള്ള യൂത്ത് വോട്ടുകൾ തന്നെ കേന്ദ്രീകരിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഓരോ വീടുകൾ കയറിയുള്ള പ്രചരണത്തിലായിരുന്നു അഭിജിത്ത് മുൻഗണന നൽകിയിരുന്നത്. അതുകൊണ്ട് തന്നെ പല വോട്ടുകളും UDFിലേക്ക് കോൺഗ്രസിന് ലഭിക്കും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ അത് വിജയത്തിലേക്ക് എത്രമാത്രം കൊണ്ടുവരാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. എനിക്ക് തോന്നുന്നു അവിടെ നമ്മൾ ഈ 2021-ലും 2016-ലും LDF അവിടെ ജയിച്ചു കയറിയത് വെറും 4000-ഓളം വോട്ടുകൾക്ക് മാത്രമാണ്. അപ്പോൾ ഈ KM അഭിജിത്തിന്റെ യൂത്ത് എന്ന പറയുന്ന ആ ഒരു മുഖം, UDF അനുകൂല ട്രെൻഡ്, വർഷങ്ങളായിട്ട് LDFന്റെ കോട്ടയാണ്, അവിടെ വികസനപരമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ, ഇതെല്ലാം കൂടി വരികയാണെങ്കിൽ, ഒരു കാറ്റ് ആഞ്ഞു വീശുകയാണെങ്കിൽ ഈ 4000 ഭൂരിപക്ഷത്തെ കവച്ചു വെച്ചൊരു നേരിയ ഭൂരിപക്ഷത്തിൽ ഒരുപക്ഷെ KM അഭിജിത്ത് അവിടുന്ന് ജയിച്ചു കയറാൻ സാധ്യതയുണ്ട്. അപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ആ ഒരു കാറ്റ് വീശണം, എങ്കിൽ മാത്രമേ പ്രതീക്ഷയുള്ളൂ. അവിടെ മത്സരിക്കുന്ന ആരൊക്കെയാണ്? KM അഭിജിത്ത് പറഞ്ഞതുപോലെ LDFന് വേണ്ടിയിട്ട് അഡ്വക്കേറ്റ് P വസന്ത മത്സരിക്കുന്നു. NDAക്ക് വേണ്ടിയിട്ട് CP വിപിൻ ചന്ദ്രൻ അവിടെ മത്സരിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 23,000 വോട്ടുകളുടെ ഭൂരിപക്ഷം നിലവിൽ അവിടെ നാദാപുരത്തുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലും ഒരു നേരിയ ഒരു എഡ്ജ് അവിടെ UDFനുണ്ട് എന്ന് പറയേണ്ടി വരും. അപ്പോൾ കാറ്റ് ഈ പറയുന്ന പോലെ വീശുകയാണെങ്കിൽ KM അഭിജിത്തും ആ കാറ്റിന്റെ കൂടെ ജയിച്ചു കയറാനുള്ള സാധ്യതയുണ്ട്. കൊയിലാണ്ടിലേക്ക് വരാം. കൊയിലാണ്ടിയും ഈ പറയുന്നത് പോലെ LDFന്റെ ഉറച്ച കോട്ട തന്നെയാണ്. അവിടെ മത്സരിക്കുന്ന LDFന് വേണ്ടിയിട്ട് K ദാസൻ മത്സരിക്കുന്നു. NDAക്ക് വേണ്ടിയിട്ട് CR പ്രഫുൽ കൃഷ്ണൻ മത്സരിക്കുന്നു. BJPയുടെ പ്രമുഖനായിട്ടുള്ള നേതാവാണ്. UDFന് വേണ്ടിയിട്ട് കരുത്തനായിട്ടുള്ള നേതാവ് K പ്രവീൺ കുമാർ, DCC പ്രസിഡന്റ് അവിടെ മത്സരിക്കുന്നുണ്ട്. ചരിത്രം UDFന് അനുകൂലമല്ല. ഏറ്റവും അവസാനം ഈ കൊയിലാണ്ടിയിൽ നിന്നും അവിടെ മത്സരിച്ച് കോൺഗ്രസിന് ജയിക്കാൻ സാധിച്ചത് 2001-ൽ മാത്രമാണ്. 2011-ൽ LDFന് 4000 വോട്ട്, 2016-ൽ 13,000 വോട്ട്, 2021-ൽ 8,000-ഓളം വോട്ടുകൾ. അപ്പോൾ ഈ 8,400 വോട്ടുകളെ മറികടന്ന് വേണം പ്രവീൺ കുമാറിന് അവിടെ ജയിച്ചു കയറാം. അഡ്വക്കേറ്റ് K പ്രവീൺ കുമാർ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ കോഴിക്കോട് DCC പ്രസിഡന്റാണ്. കോഴിക്കോട് കോൺഗ്രസിന് ഒരു ശക്തമായ ഒരു സംഘടനാ ശക്തി ഉണ്ടാക്കിയ ഒരു വ്യക്തി തന്നെയാണ്. അതുകൊണ്ട് തന്നെ കുറേ ആളുകൾ കോൺഗ്രസിലേക്ക് ഒഴുകിയെത്തുകയും ചെയ്തിരുന്നു. എന്നാലും കോഴിക്കോടിനെ വെച്ച് നോക്കുമ്പോൾ LDFന്റെ കേന്ദ്രം തന്നെയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ
തിളക്കമാർന്ന വിജയം കൈവരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും കുറേ വോട്ടുകളൊക്കെ സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു സംഘടനാ പ്രവർത്തനത്തെ സംബന്ധിച്ച് പ്രവീൺ കുമാർ എന്ന് പറയുന്നത് നല്ലൊരു വ്യക്തി തന്നെയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ സംഘടനാ പ്രവർത്തനത്തിൻ്റെ തൻ്റെ വർക്കുകൾ, തൻ്റെ ജോലി കാരണം കൊണ്ട് എത്ര വോട്ടുകൾ പിടിക്കുമെന്നുള്ളത് നമുക്ക് നോക്കാം. എന്നാലും നേരത്തെ പറഞ്ഞ പോലെ കാറ്റ് വീശുകയാണെങ്കിൽ പോരും എന്നുള്ളത് മാത്രം. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ നമുക്ക് ഈ പറയുന്ന പോലെ അവിടെ നെക്ക് ടു നെക്ക് ഫൈറ്റ് എന്ന് പറയാൻ നമുക്ക് പറയാൻ സാധിക്കും. ബലാബലം എന്ന് പറയാൻ സാധിക്കും. നമുക്ക് പേരാമ്പ്രയിലേക്ക് വരാം. കോഴിക്കോട് ജില്ലയിൽ നമുക്കറിയാം ഒരു 3 മണ്ഡലങ്ങളിലാണ് അതിശക്തമായിട്ടുള്ള ഒരു പോരാട്ടം. അതിലൊരു മണ്ഡലമാണ് ഈ പേരാമ്പ്ര എന്ന് പറയുന്നത്, മറ്റേത് ബേപ്പൂരൊക്കെ. നമ്മളത് അതിലേക്ക് വരാം. പേരാമ്പ്രയിലേക്ക് നമുക്കറിയാം അതിനെ ശ്രദ്ധേയമാക്കുന്നത് ലീഗിന്റെ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഫാത്തിമ തഹ്ലിയ അവിടെ മത്സരിക്കുന്നു. LDFന്റെ സ്ഥാനാർത്ഥി TP രാമകൃഷ്ണൻ അവിടെ മത്സരിക്കുന്നു. അവിടെ NDAയുടെ സ്ഥാനാർത്ഥിയും അവിടെ മത്സരിക്കുന്നുണ്ട്. മോഹനൻ മാസ്റ്ററും അവിടെ മത്സരിക്കുന്നു. പേരാമ്പ്രയുടെ ഒരു രാഷ്ട്രീയ ചരിത്രം എടുത്തു നോക്കുമ്പോൾ ഒരു തവണ അവിടെ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥി KC ജോസഫ് അദ്ദേഹം ജയിച്ചു കയറിയിരുന്നു. പിന്നീട് മണ്ഡലം ജനിച്ച കാലഘട്ടം മുതൽ തന്നെ ഇന്ന് വരെ അവിടെ LDF അല്ലാതെ മറ്റാരും അവിടെ ജയിച്ചിട്ടില്ല. അതിനാൽ തന്നെ ഈ ഫാത്തിമ തഹ്ലിയയ്ക്ക് എത്രത്തോളം ആ LDFന്റെ ആ കോർ വോട്ടുകളുടെ മേൽ ഒരു കടന്നുകയറ്റം നടത്താൻ സാധിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട്. പക്ഷേ ശക്തമായിട്ടുള്ള മത്സരം നടക്കുന്നുണ്ട്. നമുക്കറിയാം ഈ സ്ട്രോങ് റൂം വിവാദമൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട്. ചില സാമുദായിക ധ്രുവീകരണവുമായി ബന്ധപ്പെട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വർഗീയ ആരോപണങ്ങളൊക്കെ അവിടെ സംഭവിച്ചിട്ടുണ്ട്. കാര്യങ്ങൾ സേഫ് അല്ല അവിടെ സംബന്ധിച്ച്. UDFന് കണക്കുകൾ എടുത്തു നോക്കുമ്പോൾ 2021 22,000 വോട്ടുകളാണ് LDF അവിടെ കരസ്ഥമാക്കിയത് ഭൂരിപക്ഷത്തിലൂടെ. അപ്പോൾ കണക്കുകൾ അത്ര സേഫ് അല്ല, പക്ഷേ ഒരു പ്രതീക്ഷയുണ്ട്. തീർച്ചയായിട്ടും ഈ ആൾക്കൂട്ടം വോട്ടാവുകയാണെങ്കിൽ, അവിടെ ആൾക്കൂട്ടം വോട്ടായി മാറുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഫാത്തിമ തഹ്ലിയ വിജയിക്കും എന്നുള്ളത് തന്നെയാണ്. ഫാത്തിമ തഹ്ലിയ പേരാമ്പ്രയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഒരു കുട്ടി എങ്ങനെയാണ് എന്നുള്ള രീതിയിലായിരുന്നു പ്രചരണമൊക്കെ. പക്ഷേ പ്രചരണം ശക്തമാവുന്നതോടുകൂടി തന്നെ ഫാത്തിമ തഹ്ലിയയ്ക്ക് ഒരുപാട് ആൾക്കൂട്ടമായിരുന്നു ഉണ്ടായിരുന്നത്. ഒരുപാട് ജയ് വിളിക്കാനുള്ള ആളുകൾ, പ്രചരണത്തിനുള്ള ആളുകൾ, അങ്ങനെ ആൾക്കൂട്ടം കൊണ്ട് വളരെ സമ്പന്നമായിരുന്നു. അപ്പോൾ ആൾക്കൂട്ടം വോട്ടായി മാറുമോ എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നതാണ് ഒന്ന് പേരാമ്പ്ര എന്ന് പറയുന്നത്. മാത്രമല്ല ഇത്രയും മുതിർന്ന ഒരു നേതാവാണ് രാമകൃഷ്ണൻ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തെ ആ മണ്ഡലത്തിൽ തളച്ചിടാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. വേറെ എങ്ങോട്ടും പോകാതെ ആ മണ്ഡലത്തിൽ മാത്രം തളച്ചിടാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു പോയിന്റ് തന്നെയാണ്. അപ്പോൾ നല്ല രീതിയിലുള്ള ഈ ആൾക്കൂട്ടം വോട്ടാവുകയാണെങ്കിൽ അവിടെ UDFന് വിജയിച്ച് കയറാൻ പറ്റും. യെസ്, നമുക്ക് അടുത്ത എനിക്കൊന്ന് ബാലുശ്ശേരിയിലേക്ക് വരാം. അവിടെ അധികം ഡിസ്കഷൻ ഒരു സ്കോപ്പില്ലാത്തൊരു മണ്ഡലമാണ്. LDFന്റെ CPMന്റെ ഉറച്ച കോട്ട തന്നെയാണ്. സിറ്റിംഗ് MLA അഡ്വക്കേറ്റ് KM സച്ചിൻ ദേവ് അവിടെ മത്സരിക്കുന്നു. NDAക്ക് CP സതീശൻ മത്സരിക്കുന്നു. കോൺഗ്രസിന് വേണ്ടിയിട്ട് യുവ നേതാവ് VT സൂരജ് മത്സരിക്കുന്നു. കഴിഞ്ഞ തവണ സിനിമാ നടൻ നിർഭജൻ പോൾഗാട്ടിയൊക്കെ മത്സരിച്ച മണ്ഡലമാണ്. കഴിഞ്ഞ തവണ ഏകദേശം 50% വോട്ട് ഷെയർ അവിടെ LDFന് ഉണ്ടായിരുന്നു. 20,000-ഓളം വോട്ടുകൾക്കാണ് അവിടെ LDF ജയിച്ചു കയറിയത്. ആ വോട്ടുകളെ മറികടക്കാൻ ഈ പറയുന്ന യുവ നേതാവ് VT സൂരജിന് സാധിക്കുമോ എന്ന കാര്യത്തിൽ കണ്ടറിയേണ്ടിയിരിക്കുന്നു. സ്വാഭാവികമായിട്ടും കാറ്റ് അവിടെ LDFന് അനുകൂലമാണ്. LDFന് ഉറച്ച ഒരു സീറ്റ് തന്നെയാണ് അത്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കേണ്ട ഒരു ആവശ്യമുണ്ടോ അതുപോലും സംശയമാണ്. കാരണം LDFന്റെ സീറ്റാണ്. പക്ഷേ വലിയൊരു തരംഗം, ഒരു കാറ്റൊക്കെ ആഞ്ഞു വീശുകയാണെങ്കിൽ ഒരു പക്ഷേ ചെറിയൊരു ഭൂരിപക്ഷത്തിനൊക്കെ ജയിക്കാനുള്ള സാധ്യത വിരളമാണല്ലേ? വിരളമാണ്. ഓക്കെ, നമുക്ക് ഏലത്തൂരിലേക്ക് പോകാം. ഇത്തവണ കോൺഗ്രസ് വളരെയധികം പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് ഏലത്തൂർ. കാരണം ഇത്തവണ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളിൽ ഏറ്റവും പ്രായം കൂടുതലുള്ള സ്ഥാനാർത്ഥികൾ ഒരാളാണ് ഈ AK ശശീന്ദ്രൻ. അദ്ദേഹം NCPയുടെ കാൻഡിഡേറ്റ് ആയിട്ട് അവിടെ മത്സരിക്കുന്നുണ്ട്. സിറ്റിംഗ് MLA ആണ്. 2011 മുതൽ അവിടെ അദ്ദേഹം തന്നെയാണ് ജയിച്ചു കയറുന്നത്. പിണറായി മന്ത്രിസഭയിലൊക്കെ മന്ത്രിയായിരുന്നു. ഈ വനവകുപ്പ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പല വിവാദങ്ങളും അദ്ദേഹത്തിൻ്റെ പേരിൽ ഉണ്ടായിട്ടുണ്ട്. NCPയിൽ തന്നെ പല പടലപ്പിണക്കങ്ങളും അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ അവിടെ സംഭവിച്ചിട്ടുണ്ട്. അവിടെ കോൺഗ്രസിന് വേണ്ടിയിട്ട് വളരെ യൂത്തായിട്ടുള്ള യുവ മുഖമാണ് അഡ്വക്കേറ്റ് വിദ്യ ബാലകൃഷ്ണനാണ് അവിടെ മത്സരിക്കുന്നത്. AK ശശീന്ദ്രനെതിരെ അഡ്വക്കേറ്റ് വിദ്യ ബാലകൃഷ്ണൻ മത്സരിക്കുന്നു. കണക്കുകൾ അത്ര അനുകൂലമല്ല കോൺഗ്രസിന്. കാരണം 38,000-ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് ഏലത്തൂരിൽ കഴിഞ്ഞ തവണ ഈ ശശീന്ദ്രൻ ജയിച്ചു കയറിയത്. അതിനു മുമ്പ് 29,000, 14,000. അപ്പോൾ ഒരു 10K പ്ലസ് ആവറേജ് ഒരു ബേസ് വോട്ടിൻ്റെ ഭൂരിപക്ഷം അവിടെ LDFന് ഉണ്ട്. അതിനെ ഈ പറയുന്ന വിദ്യ ബാലകൃഷ്ണന് മറികടക്കാൻ സാധിക്കുമോ എന്നതാണ് ഒരു ചോദ്യം ഇരിക്കുന്നത്. ഈ പറയുന്ന NCPയിലെ പടലപ്പിണക്കങ്ങൾ, ഭരണവിരുദ്ധ വികാരം, വനവകുപ്പ് മന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്ന ആരോപണങ്ങൾ, അതൊക്കെ ഒരു നെഗറ്റീവ് വോട്ടായിട്ട് അദ്ദേഹത്തിന് നേരെ വരികയാണെങ്കിൽ ഒരുപക്ഷെ കോൺഗ്രസിന് വലിയൊരു അത്ഭുതം അവിടെ സൃഷ്ടിക്കാൻ സാധിക്കും. തീർച്ചയായും മറ്റൊരു പ്രത്യേകത കൂടി ഏലത്തൂരിനുണ്ട്. അതായത് ഇപ്പോൾ അവിടെ കർഷക പ്രതിനിധി കൂടി സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നു എന്നുള്ളത്. ഈ 140 മണ്ഡലങ്ങളിൽ എല്ലാം ഈ കർഷക പ്രശ്നങ്ങളും പ്രതിസന്ധികളും എല്ലാം ആഞ്ഞടിക്കുമ്പോഴും വനം മന്ത്രിയുടെ മണ്ഡലത്തിൽ തന്നെ ഒരു കർഷക പ്രതിനിധിയെ മത്സരിക്കാൻ നിർത്തുകയും അദ്ദേഹം ഈ വനമന്ത്രിക്കെതിരെ ശക്തമായ രീതിയിലുള്ള പ്രചരണം നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഈ കാട്ടാന ശല്യം, വന്യമൃഗശല്യം തുടങ്ങിയൊക്കെ ഉണ്ടാകുമ്പോഴും വനം മന്ത്രി എന്താണ് മിണ്ടാതിരിക്കുന്നത് എന്ന ചോദ്യം എലത്തൂർ മണ്ഡലത്തിൽ ഉയർത്താൻ വേണ്ടി ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ നിൽക്കുന്ന സമയത്തും പിന്നെ പ്രായം കൂടി ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അപ്പോൾ കുറച്ച് വോട്ടുകൾ കർഷകന്റെ പ്രതിനിധി സമാഹരിക്കുകയാണെങ്കിൽ അത് ശരിക്കും LDFന് ക്ഷീണം സംഭവിക്കുക തന്നെ ചെയ്യും. ആ വോട്ടുകളും കോൺഗ്രസിന് അത് ഒരു പോസിറ്റീവായി മാറുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കാണുക. അപ്പോൾ ഈ 10,000 എന്ന് പറയുന്ന വോട്ട്, ഒരു 10,000-15,000 വോട്ടൊക്കെ ഈ കർഷക പ്രതിനിധി പിടിക്കുകയാണെങ്കിൽ അവിടെ
ഒരു എഡ്ജ് UDF-ന് ലഭിക്കും? തീർച്ചയായും നമ്മൾ കോഴിക്കോട് ജില്ലയെക്കുറിച്ച് പൊതുവിൽ പറയുകയാണെങ്കിൽ കഴിഞ്ഞ തവണത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ NDAക്ക് പല മേഖലയിലും വലിയ രീതിയിലുള്ള മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലൊക്കെ. അപ്പോൾ ആ വോട്ട് ആർക്ക് അനുകൂലമായി മാറും, ആർക്ക് പ്രതികൂലമായി മാറും, ആരുടെ വോട്ട് ഷെയറിലേക്കായിരിക്കും NDA ഒരു മുന്നേറ്റം കാഴ്ചവെക്കുകയാണെങ്കിൽ, ഇത്തവണ കാഴ്ചവെക്കുകയാണെങ്കിൽ അത് സംഭവിക്കുക. അത് പല മണ്ഡലങ്ങളിലും പല മുന്നണികളുടെയും ജയപരാജയങ്ങളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് എന്നൊരു കാര്യം കൂടി സൂചിപ്പിക്കേണ്ടിയിരിക്കുന്നു. കാരണം നമ്മളിനി നഗരപ്രദേശത്തേക്ക് വരികയാണ്, കോഴിക്കോട് നോർത്ത് സൗത്ത് പോലുള്ള മണ്ഡലങ്ങളിലേക്ക് വരും. നമുക്ക് കോഴിക്കോട് നോർത്തിലേക്ക് വരാം. എനിക്കൊന്നല്ലേ അവിടെ തോട്ടത്തിൽ രവീന്ദ്രനാണ് LDF-ന് വേണ്ടി മത്സരിക്കുന്നത്. സിറ്റിംഗ് MLA ആണ്. അഡ്വക്കേറ്റ് കെ ജയന്താണ് UDF-ന് വേണ്ടി മത്സരിക്കുന്നത്. NDAക്ക് വേണ്ടി നവ്യ ഹരിദാസ്. അത് 12,000-ഓളം വോട്ടുകൾക്കാണ് കഴിഞ്ഞ തവണ LDF ജയിച്ചത്. 2016-ൽ 27,000, 2011-ൽ 8,000-ഓളം വോട്ടുകൾ. കോഴിക്കോട് നോർത്ത് പ്രദീപ് കുമാറിന്റെ കാലം മുതൽ തന്നെ ഇടത് കോട്ടയായി അറിയപ്പെടുന്ന മണ്ഡലമാണ്. ഒരു ഇടത് സ്വഭാവമുള്ള ഒരു മണ്ഡലം തന്നെയാണ് കോഴിക്കോട് നോർത്ത് എന്ന് പറയുന്നത്. അതിനാൽ തന്നെ കാര്യങ്ങൾ അത്ര ഈസി അല്ല. BJPക്കും ശക്തമായിട്ടുള്ള സ്വാധീനമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവരുടെ അറിയപ്പെടുന്ന ഒരു നേതാവ് നവ്യ ഹരിദാസിനെ തന്നെ അവിടെ നിർത്തുന്നത്. അപ്പോൾ BJP പിടിക്കുന്ന വോട്ടുകളും അവിടെ നിർണായകമാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അത്ഭുതങ്ങൾ സംഭവിക്കാനുള്ളൊരു സാധ്യതയില്ലാതെ അതെ. പിന്നെ നവ്യ ഹരിദാസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ BJPയിലെ ഒരു സ്ത്രീമുഖം. വളരെ കുറച്ച് സ്ത്രീമുഖങ്ങൾ മാത്രമേ BJPയിൽ ഇപ്പോൾ കേരളത്തിൽ ഉള്ളൂ. അതിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ് നവ്യ ഹരിദാസ് എന്ന് പറയുന്നത്. പല മത്സരങ്ങളിലും സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. പലപ്പോഴും ആൾക്കൂട്ടങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു വോട്ടായി വരികയാണെങ്കിൽ നവ്യ ഹരിദാസ് തീർച്ചയായും കുറച്ച് വോട്ടുകളൊക്കെ സമാഹരിക്കും. അത് ആർക്ക് അനുകൂലമാകും എന്നുള്ളത് നമ്മൾ കണ്ടറിയാനാണ്. രസകരമായിട്ടുള്ളൊരു കണക്കുണ്ട് റോജി. അതായത് 2016-ൽ NDAക്ക് അവിടെ 22% വോട്ട്. അന്ന് UDF-ന് ലഭിച്ച പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 27%. വെറും 5% ഡിഫറൻസ് ഉള്ളൂ 2016-ൽ. LDF-ന് 48%. 2021 എത്തുമ്പോൾ അത് കുറയുന്നുണ്ട്. പക്ഷേ NDA അവരുടെ വോട്ട് ഷെയർ സ്റ്റഡി ആയിട്ട് നിർത്തുന്നു. 22%, UDF 33%, LDF 43%. അപ്പോൾ NDA വോട്ട് ഷെയർ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ അത് ഏത് മുന്നണിയെ ഗുരുതരമായി ബാധിക്കും എന്നതാണ് ആകാംക്ഷയോടെ നോക്കുന്ന ഒരു കാര്യം. കോഴിക്കോട് നോർത്ത് നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ വിലയിരുത്തലുകൾ പറയുകയാണെങ്കിൽ തോട്ടത്തിൽ രവീന്ദ്രൻ തന്നെ വിജയിച്ചു സാധ്യതയുണ്ട്. കാരണം CPM-ന്റെ കരുത്തനായിട്ടുള്ള നേതാവാണ്. നമുക്ക് കോഴിക്കോട് സൗത്തിലേക്ക് പോകാം. അത് ലീഗിന്റെ ഒരു ഉറച്ച മണ്ണായിരുന്നു. പലതവണ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കൊണ്ടിരിക്കുന്ന ഒരു മണ്ണാണ്. കഴിഞ്ഞ തവണ അവിടെ ജയിച്ചു കയറിയത് INL ആണ്. INL അവിടെ ജയിച്ചു കയറുന്ന ഒരു സ്ഥിതിയിലേക്ക് പോകുന്നു. അഹമ്മദ് ദേവർകോവിലാണ് അവിടെ ജയിച്ച് 44% വോട്ടുണ്ടായിരുന്നു. 12,000-ഓളം വോട്ടുകൾക്ക് അവിടെ ജയിക്കുന്നു. 2011-ലും 2016-ലും അത് ലീഗാണ് ജയിച്ചു കയറിയത്. അതുകൊണ്ട് തന്നെ ലീഗിന്റെ ഒരു ഉറച്ച കോട്ടയായിരുന്നു. 2021-ൽ അവരെ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് അവിടെ അഹമ്മദ് ദേവർകോവിൽ അവിടെ ജയിച്ചു കയറുന്നു. ഇത്തവണ അഡ്വക്കേറ്റ് ഫൈസൽ ബാബു അവിടെ മത്സരിക്കുന്നു. NDAക്ക് വേണ്ടി രനീഷ് മത്സരിക്കുന്നു. LDF-ന് വേണ്ടിയിട്ട് സിറ്റിംഗ് MLA ആയിട്ടുള്ള അഹമ്മദ് ദേവർകോവിൽ അവിടെ മത്സരിക്കുന്നുണ്ട്. ഓക്കെ, കോഴിക്കോട് സൗത്ത് എന്ന് പറയുന്ന UDF-നും അല്പം എഡ്ജുള്ള ഒരു സ്ഥലം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പ്രാവശ്യത്തെ ശക്തമായുള്ള ഒരു പ്രചരണ പരിപാടികളും അതുകൊണ്ട് വോട്ടുകൾ സമാഹരിക്കണം എന്നുള്ളൊരു ചിന്തയൊക്കെ UDF-ന് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ UDF-ന്റെ ഘടകകക്ഷിയായ മുസ്ലിം ലീഗ് UDF-ന്റെ കൂടെ തന്നെ, കോൺഗ്രസിന്റെ കൂടെ തന്നെ ചേർന്ന് നിന്നുള്ള ഒരു പ്രചരണം തന്നെയായിരുന്നു കണ്ടത്. അതുകൊണ്ട് ഇവിടെ എന്ത് സംഭവിക്കാം എന്നുള്ളത് കാത്തിരുന്ന് കാണണം. നമുക്കറിയാം, നമുക്ക് ഈ പറയുന്ന MK മുനീറിന്റെ മണ്ണുകൂടിയാണ് ഈ കോഴിക്കോട് സൗത്ത് എന്ന് പറയുന്നത്. അദ്ദേഹം 2 തവണ 2011-ലും 2016-ലും ജയിച്ചപ്പോൾ ഇവിടെ നിന്നാണ് ജയിച്ചു കയറിയത്. അതിനാൽ തന്നെ ഇത്തവണ ഒരു ബലാബലം എന്ന് വേണമെങ്കിൽ പറയാം. ഒന്ന് ആഞ്ഞു പിടിക്കുകയാണെങ്കിൽ ലീഗിന് കോഴിക്കോട് സൗത്ത് സുഖമായിട്ട് എടുക്കാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് ബേപ്പൂർ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു തീർച്ചയായിട്ടും. പിന്നെ പ്രത്യേകത എന്ന് പറയുന്നത് PV അൻവർ വന്നു എന്നുള്ളതാണ്. PV അൻവർ ബേപ്പൂരിലേക്ക് വന്നിറങ്ങി കഴിഞ്ഞപ്പോൾ 2 ഇസങ്ങളുമായിട്ടാണ് വന്നത്. ഒന്ന് പിണറായിസവും ഒന്ന് മരുമോനിസവും ആയിട്ടാണ് വന്നത്. ഇത് രണ്ടും ബേപ്പൂരിനെ എത്രത്തോളം സ്വാധീനിച്ചു എന്നുള്ളത് ഒരു ഘടകം തന്നെയാണ്. മറ്റൊന്ന്, ഒരു രാഷ്ട്രീയ നിലപാട് PV അൻവറിനില്ല എന്ന വലിയ ഒരു ചോദ്യമാണ് അവിടെ ബേപ്പൂരിൽ മുഴങ്ങി കേട്ടുകൊണ്ടിരുന്നത്. എന്ത് നിലപാടാണ് അദ്ദേഹം സ്വീകരിക്കുന്നത് എന്നുള്ളതായിരുന്നു. ഇതാണ് LDF മുന്നോട്ട് വെച്ച കാര്യം. അപ്പോഴും തീരപ്രദേശങ്ങളാൽ സമ്പന്നമായ ഒരു സ്ഥലമാണ് ഈ ബേപ്പൂർ എന്ന് പറയുന്നത്. അപ്പം അവിടെയുള്ള വികസനങ്ങളെയൊക്കെ മുൻനിർത്തിക്കൊണ്ട് PV അൻവർ ഒരു പ്രചാരണം നടത്തുകയും ആ പ്രചാരണം നടത്തിയത് എത്രത്തോളം വോട്ടാകും എന്ന് കണ്ടറിയുക തന്നെ വേണം. പക്ഷേ PV അൻവർ വലിയ ആത്മവിശ്വാസത്തിലാണ് കേട്ടോ. 5000-ലധികം വോട്ടുകൾക്ക് വിജയിച്ചു കയറും എന്നാണ് അദ്ദേഹം പറയുന്നത്. അവിടെ സിറ്റിംഗ് MLA മുഹമ്മദ് റിയാസ്. എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഏറ്റവും ആദ്യം സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനം നടന്ന ഒരു മണ്ഡലമാണ് ബേപ്പൂർ എന്ന് പറയുന്നത്. ഏറ്റവും ആദ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച മണ്ഡലം. അപ്പോൾ അതിനാൽ തന്നെ മുഹമ്മദ് റിയാസ് പ്രചരണം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ, ആഴ്ചകൾക്ക് മുമ്പ് തന്നെ ഈ പറയുന്ന അൻവർ അവിടെ ക്യാമ്പ് ചെയ്തിട്ട് മുക്കിലും മൂലയിലും പോയി എനിക്കൊന്ന് ഒരു റൗണ്ട് പ്രചരണം പൂർത്തിയാക്കിയിരുന്നു. അപ്പോൾ മണ്ഡലത്തിലെ വികസന മുരടിപ്പ് അങ്ങനെ പല ആരോപണങ്ങളും ഒക്കെ ഉന്നയിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ബേപ്പൂരിൻ്റെ മണ്ണൊന്ന് ഇളക്കി മറിക്കാൻ നോക്കിയത്. പക്ഷേ മുഹമ്മദ് റിയാസ് നമുക്കറിയാം പൊതുമരാമത്ത് മന്ത്രിയായിരുന്നു, ടൂറിസം മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം ചെയ്ത വികസനങ്ങൾ, ബേപ്പൂർ തുറമുഖവുമായി ബന്ധപ്പെട്ട് ചെയ്ത വികസനങ്ങൾ, ഈ അവിടെ ഉള്ള പാലം പോലുള്ള ഫറൂഖ് പാലം പോലുള്ള വികസന പ്രവർത്തനങ്ങൾ, അതൊക്കെ അദ്ദേഹം എടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന ഒരു സെലിബ്രിറ്റി കാൻഡിഡേറ്റ് ആയിട്ടുള്ള മുഹമ്മദ് റിയാസിനെ അട്ടിമറിക്കുവാൻ PV അൻവറിന് എത്രത്തോളം സാധിക്കുമെന്നത് കണക്കുകൾ അത്ര ശുഭകരമല്ല PV അൻവറിനെ സംബന്ധിച്ച്. കാരണം
28,000-ഓളം വോട്ടുകൾക്കാണ് മുഹമ്മദ് റിയാസ് കഴിഞ്ഞ തവണ ജയിച്ചു കയറിയത്. അപ്പോൾ ഈ 28,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തെ കവച്ചു വെക്കണം. അഡീഷണൽ ഒരു 29,000-ഓളം വോട്ടുകളെങ്കിലും അഡീഷണൽ കഴിഞ്ഞ തവണ UDF നേടിയതിനേക്കാൾ കൂടുതൽ വോട്ടുകൾ നേടേണ്ടി വരും. അപ്പോൾ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. എല്ലാ തവണയും അവിടെ CPM തന്നെയാണ് ഒരു എഡ്ജ്. 2011 മാത്രം അവരുടെ ഭൂരിപക്ഷം 5,000-ലേക്ക് കുറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ചരിത്രം കൂടി അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF ഓർക്കുക 19,000 വോട്ടുകളുടെ ഭൂരിപക്ഷം അവിടെ ഉണ്ടായിരുന്നു എന്നൊരു കാര്യം കൂടി നമ്മൾ നോക്കുക. അപ്പോൾ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലാണെങ്കിൽ പോലും മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഒരു മുന്നേറ്റം കാഴ്ചവെക്കാൻ UDF സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ എല്ലാ ഘടകങ്ങളും ഒരുപക്ഷെ മറ്റൊരു ചോദ്യം അവിടെ ഉന്നയിക്കപ്പെടുന്നത് UDF ഒറ്റക്കെട്ടായി PV അൻവറിന് വേണ്ടി പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്നൊരു ചോദ്യം കൂടി അവിടെ ഉന്നയിക്കപ്പെടുന്നുണ്ട്. കാരണം മുൻകാലങ്ങളിൽ അദ്ദേഹം പല ആരോപണങ്ങളും ദേശീയ നേതാക്കൾക്കെതിരെ അവരെ ഉന്നയിച്ചൊരു സാഹചര്യം ഉണ്ടായിരുന്നു കോൺഗ്രസിന്റെ. അതെ, PV അൻവറിന്റെ ഒരു ധൈര്യം സമ്മതിക്കണം കേട്ടോ. എന്നാലും അതായത് ഒരുപാട് മണ്ഡലങ്ങൾ നിൽക്കാമായിരുന്നു, മത്സരിക്കാമായിരുന്നു. പക്ഷേ ബേപ്പൂരിൽ പോയി മുഹമ്മദ് റിയാസിന് എതിരെ മത്സരിക്കാൻ കാണിച്ച ആ ചങ്കൂറ്റം ഉണ്ടല്ലോ, അത് കാരണം അൻവർ നഷ്ടപ്പെടാൻ പ്രത്യേകിച്ചൊന്നുമില്ല. പക്ഷേ മുഹമ്മദ് റിയാസിന് നഷ്ടപ്പെടാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ അൻവർ ഇപ്പോൾ ജയിക്കുകയാണെങ്കിൽ വലിയൊരു അട്ടിമറിയിലൂടെ UDF പല കാര്യങ്ങളും ചോദിച്ച് വാങ്ങാനൊക്കെ കഴിയും. പക്ഷേ മുഹമ്മദ് റിയാസ് അവിടെ തോൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടി തോറ്റതുപോലെയാണ്. കാരണം പിണറായിസം ഉണ്ട് എന്നുള്ളതാകും, മരുമോനിസം ഉണ്ട് എന്നുള്ളതാകും അവിടെ തെളിയിക്കുക. അപ്പോൾ പാർട്ടി തോറ്റതുപോലെയാവും ബേപ്പൂരിൽ മുഹമ്മദ് റിയാസ് തോറ്റാൽ. അപ്പോൾ ഒരു കാരണവശാലും അവിടെ LDF തോൽക്കാൻ സമ്മതിക്കില്ല എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അത് കറക്റ്റാണ്. കാരണം അത് പിണറായി സംബന്ധിച്ചിടത്തോളം അത് വ്യക്തിപരമായിട്ടുള്ളൊരു തിരിച്ചടി തന്നെയായിരിക്കും. ബേപ്പൂരിൽ ഏതെങ്കിലും ഘട്ടത്തിൽ ഒരു തിരിച്ചടി സംഭവിക്കുകയാണെങ്കിൽ, അപ്പോൾ അത്ഭുതങ്ങൾ സംഭവിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ മുഹമ്മദ് റിയാസിന്റെ 28,000 എന്ന് പറയുന്ന ഭൂരിപക്ഷം ഒരുപക്ഷെ 10,000-ൽ താഴേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇനി അത്ഭുതങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ ഈ പറയുന്ന പോലെ നേരിയൊരു എഡ്ജിന് ഒരുപക്ഷെ PV അൻവർ ജയിച്ചു കയറാനുള്ള സാധ്യതയുണ്ട്. VD സതീശൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ബേപ്പൂരിന്റെ MLA ആയിട്ടായിരിക്കില്ല PV അൻവർ ജയിച്ചു കയറുകയാണെങ്കിൽ വരുന്നത് വെറും ഒരു MLA ആയിട്ടായിരിക്കില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. നമുക്കിനി പോകേണ്ടത് കുന്നമംഗലത്തേക്ക് പോകാം. അവിടെ പരമ്പരാഗതമായിട്ട് UDF പിന്തുണച്ചിരുന്ന ഒരു മണ്ഡലമാണ് ഈ കുന്നമംഗലം എന്ന് പറയുന്നത്. പക്ഷേ 2011 മുതൽ അവിടെ PT റഹീമിലൂടെ അവിടെ അഡ്വക്കേറ്റ് PT റഹീമിലൂടെ അവിടെ ശക്തമായിട്ടുള്ള ഒരു മത്സരം കാഴ്ചവെക്കാനും മുന്നേറ്റം കാഴ്ചവെക്കാനും LDF സാധിക്കുന്നുണ്ട്. അദ്ദേഹം തന്നെയാണ് ഇത്തവണ മത്സരിക്കുന്നത്. ഇത്തവണ ഈ പറയുന്ന ലീഗിന്റെ റസാഖ് മാസ്റ്റർ അവിടെ മത്സരിക്കുന്നു. BJPക്ക് വേണ്ടി VK സജീവൻ അവിടെ മത്സരിക്കുന്നു. എല്ലാ തവണയും 2016-21 കാലഘട്ടത്തിൽ ഒരു 10K+ വോട്ടിന്റെ ഒരു ഭൂരിപക്ഷത്തിൽ തന്നെ അവിടെ PT റഹീം ജയിച്ചു കയറുന്നുണ്ട്. ലീഗ് ഒന്ന് ആഞ്ഞു പിടിച്ചാൽ അവർക്ക് സുഖമായി അവരുടെ പക്കലേക്ക് പോരാവുന്ന ഒരു മണ്ഡലമാണ്. UDF അനുകൂല തരംഗം ആഞ്ഞു വീശുകയാണെങ്കിൽ അവിടെയും ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. LDF മണ്ണ് തന്നെയാണ്. ഒരു പക്ഷേ അത്ഭുതങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ UDF കിട്ടുമെന്നുള്ളതാണ്. കൊടുവള്ളി നമുക്ക് ഡിസ്കഷന്റെ ഒരു ആവശ്യമില്ല. അത് ലീഗിന്റെ കോട്ട തന്നെയാണ്. എത്ര വലിയ LDF തരംഗം ആഞ്ഞടിച്ച ഘട്ടത്തിൽ പോലും അവിടെ ലീഗിന് അവിടെ ഏകദേശം ഒരു 47% അടുത്ത് വോട്ട് ഷെയർ അവിടെ ഉണ്ട്. അപ്പോൾ 2011 മുതൽ അവിടെ ലീഗ് തന്നെയാണ് ജയിച്ച് കയറുന്നത്. 2016 അതിനൊരു അപവാദം സംഭവിച്ചു. അവിടെ ഒരു സ്വതന്ത്ര കാൻഡിഡേറ്റ്, പലപ്പോഴും നമ്മൾ മലപ്പുറം ഡിസ്കസ് ചെയ്തതുപോലെ ഈ സ്വതന്ത്രരെ ഇറക്കി പരീക്ഷിക്കുന്ന ഒരു ശൈലി LDF പല മണ്ഡലങ്ങളിലും ലീഗിന്റെ പല മണ്ഡലങ്ങളിലും പയറ്റാറുണ്ട്. അത് പലപ്പോഴും ചില ഘട്ടങ്ങളിലൊക്കെ വിജയിച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ ഈ പറയുന്ന കൊടുവള്ളിയിൽ കാണുന്നത്. പക്ഷേ ഇത്തവണ അവിടെ ശക്തനായിട്ടുള്ള നേതാവ് ലീഗിന്റെ PK ഫിറോസ് യുവ നേതാവ് അവിടെ മത്സരിക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ തവണ 6,000-ഓളം വോട്ടുകളാണ് അവിടെ കൊടുവള്ളിയിൽ അത് UDF ലഭിച്ചത്. ഇത്തവണയും കാര്യങ്ങൾ ലീഗിന് തന്നെ അനുകൂലമാകാനുള്ള സാധ്യത. തീർച്ചയായും PK ഫിറോസ് എന്ന് പറയുന്നത് ലീഗിന്റെ ഒരു ഫേസ് തന്നെയാണ്. അപ്പോൾ ഇവിടെ ഒരു കാരണവശാലും PK ഫിറോസ് തോൽക്കാനുള്ള സാധ്യതകളൊന്നും കാണുന്നില്ല. കണക്കുകൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാലും അവിടെയുള്ള പ്രചരണം കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാലും ഒന്നും PK ഫിറോസ് താഴേക്ക് പോകുന്ന ഒരു സമയവും ഉണ്ടായിട്ടില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. അതുകൊണ്ട് തന്നെ കൊടുവള്ളി എന്ന് പറയുന്നത് UDF അനുകൂല തരംഗം തന്നെയാണ് ഇപ്പോഴും. തിരുവമ്പാടിയിലേക്ക് വരാം. അവിടെ ക്രൈസ്തവ വോട്ടുകൾക്ക് വലിയ നിർണായക സ്വാധീനമുള്ള ഒരു മണ്ണാണ്. കാർഷിക വിഷയങ്ങൾ, വന്യമൃഗശല്യം പോലുള്ള വിഷയങ്ങൾ, മലയോര കർഷകരുടെ നിരവധി വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു മണ്ഡലം തന്നെയാണ് തിരുവമ്പാടി എന്ന് പറയുന്നത്. ചരിത്രം എടുത്തു നോക്കുമ്പോൾ രണ്ട് കൂട്ടരെയും മാറി മാറി പരീക്ഷിച്ച ഒരു ചരിത്രമുള്ള ഒരു മണ്ണാണ് ഈ തിരുവമ്പാടിയുടേത്. ഈ പറയുന്നത് പോലെ ജോർജ് എം തോമസിലൂടെ തിരുവമ്പാടി തിരിച്ചുപിടിക്കുവാൻ അവിടെ LDF സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ 2 തവണയും 2016-ലും 2021-ലും അവിടെ ജയിച്ചു കയറിയത് 2021 ലിൻഡോ ജോസഫ്, 2016-ൽ ജോർജ് എം തോമസ് അവിടെ ജയിക്കുന്നു. 2011-ൽ അവിടെ ലീഗാണ് ജയിച്ചത് 3000-ഓളം വോട്ടുകൾ. പക്ഷേ ശ്രദ്ധിക്കുക, 2011 മുതൽ 2021 വരെ ജയിച്ച കാൻഡിഡേറ്റ്സിൻ്റെ ഒരു വോട്ട് അല്ലെങ്കിൽ മെജോറിറ്റി എന്ന് പറയുന്നത് ഒരു 4000, ആവറേജ് 4000 മാത്രമാണ്. അതിനാൽ തന്നെ ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ നടക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അവിടെ എന്തെങ്കിലും അത്ഭുതം സംഭവിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ലിൻഡോ ജോസഫിന് തന്നെയാണ് എഡ്ജ് എന്നാണ് നമുക്ക് ഗ്രൗണ്ട് റിപ്പോർട്ടിലൂടെ. തീർച്ചയായിട്ടും ലിൻഡോ ജോസഫിന്റെ കഴിഞ്ഞ 5 വർഷത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് അതിന് പ്രത്യേകിച്ച് പരാതികളൊന്നും പറയാൻ പറ്റാത്ത ഒരു പ്രവർത്തനം തന്നെയായിരുന്നു. നേരത്തെ പറഞ്ഞല്ലോ, ഒരു കാർഷിക മേഖലയാണ് എന്നുള്ളതാണ്. അപ്പോൾ കർഷകരെല്ലാം കൂട്ടിപ്പിടിച്ചുകൊണ്ട്, ക്രൈസ്തവ വോട്ടുകളും ധാരാളമുണ്ട്, അപ്പോൾ അവർ കൂട്ടിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയായിരുന്നു ലിൻഡോ ജോസഫ് എന്ന് പറയുന്നത്. അപ്പോൾ ലിൻഡോ ജോസഫിന് ജയസാധ്യത തന്നെയാണ് ഇപ്പോഴും നമുക്ക് പറയാൻ കഴിയുന്നത്. നമുക്ക് കോഴിക്കോട് എല്ലാ മണ്ഡലങ്ങളും അവസാനിച്ചിരിക്കുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ തവണത്തെ 2
ആ ഒരു ടാലിയിൽ ഒരു മാറ്റം വരാൻ സാധ്യതയുണ്ട്. ആ 2 എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് കൂടാനുള്ള ഒരു സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട്. നിലവിലെ ഒരു സാഹചര്യത്തിൽ പല മണ്ഡലങ്ങളിലും പറഞ്ഞതുപോലെ ടൈറ്റ് കോമ്പറ്റീഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ കുറ്റിയാടി അവിടെ പറയുന്നത് കുറഞ്ഞ ഭൂരിപക്ഷത്തിന് മാത്രമാണ് അവിടെ ജയിച്ചു കയറിയത്. അത് ലീഗിൻ്റെ പക്കലേക്ക് വരാനുള്ള ഒരു സാധ്യത ഉണ്ട്. കുന്നമംഗലത്തും ലീഗ് ശക്തമായിട്ടുള്ളൊരു കോമ്പറ്റീഷൻ അവിടെ നടക്കുന്നുണ്ട്. ഈ പറയുന്ന പോലെ കോഴിക്കോട് നോർത്തിലും ശക്തമായിട്ടുള്ളൊരു പോരാട്ടം നടക്കുന്നുണ്ട്. പേരാമ്പ്ര നമുക്കറിയില്ല, അത്ഭുതം സംഭവിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഈ 11-2 എന്നൊരു ടാലി തീർച്ചയായിട്ടും അവിടെ മാറാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ അറിയേണ്ടത് 20 വർഷങ്ങൾക്ക് ശേഷം അവിടെ നിന്ന് ഒരു കോൺഗ്രസ് MLA ലഭിക്കുമോ എന്നൊരു കാര്യം തന്നെയാണ്. ഇപ്പോൾ 140 മണ്ഡലങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിലൊരു 10 മണ്ഡലങ്ങൾ ടൈറ്റ് കോമ്പറ്റീഷൻ്റെ ഒരു 10 മണ്ഡലങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിൽ 2 എണ്ണമെങ്കിലും കോഴിക്കോട് വരും. ഒന്ന് പേരാമ്പ്രയുണ്ട്, ഒന്ന് ബേപ്പൂരുണ്ട്, കോഴിക്കോട് നോർത്ത് ഉണ്ട്. ഇതെല്ലാം ടൈറ്റ് കോമ്പറ്റീഷൻ തന്നെയാണ്. പ്രവചനാതീതം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. കാരണം അത്രയും ശക്തരായ സ്ഥാനാർത്ഥികൾ തന്നെയാണ് അവിടെ വന്നു നിൽക്കുന്നത്. അപ്പോൾ സംഘടനാ ശക്തി കൊണ്ട് LDFും UDFും എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളതൊക്കെ വളരെ ചോദ്യമായി തന്നെ അവശേഷിക്കുന്ന ഒന്നാണ്. അപ്പോൾ കോഴിക്കോട് എന്ന് പറയുന്നത് UDFിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയും പിടിച്ചെടുക്കുക എന്നുള്ളത് ഒരു 5 സീറ്റെങ്കിലും കിട്ടണമെന്നാണ് UDF വിചാരിക്കുന്നത്. അതെ, കറക്റ്റാണ്. കാരണം ഇപ്പോൾ റോജി പറഞ്ഞതുപോലെ ചില ജില്ലകളിൽ ഒരു സ്കോർ ബോർഡ് ഓപ്പൺ ചെയ്താൽ തന്നെ കൗണ്ടിംഗ് ദിനത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസകരമാണ്. ഇപ്പോൾ പറയുന്ന കാസർഗോഡ് കോൺഗ്രസിന് നിലവിൽ സിറ്റിംഗ് MLAമാരില്ല, കോഴിക്കോട് സിറ്റിംഗ് MLAമാരില്ല, ഈ പറയുന്ന പത്തനംതിട്ട ജില്ല അവിടെ സിറ്റിംഗ് MLAമാരില്ല. അപ്പോൾ അവിടെ ഒന്ന് സ്കോർ ബോർഡ് ഓപ്പൺ ചെയ്ത് കിട്ടിയാൽ തന്നെ അതൊരു ഒരു തരംഗത്തിന്റെ തുടക്കമാണ് എന്നൊരു ചിന്ത, ഒരു ആശ്വാസം തീർച്ചയായിട്ടും കോൺഗ്രസ് ക്യാമ്പിൽ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും ഈ 2 എന്ന് പറയുന്നത് UDFിന് കൂടുതലാകാനുള്ള സാധ്യത തീർച്ചയായിട്ടും ആവുമെന്ന് എനിക്ക് തോന്നുന്നു. കോഴിക്കോട് ജില്ലയിലെ 13 നിയമസഭാ മണ്ഡലങ്ങൾ, അവിടെ ടൈറ്റ് കോമ്പറ്റീഷൻ നടക്കുന്ന പല മണ്ഡലങ്ങളും ഉണ്ടാവും. 11-2 എന്നുള്ളതാണ് ഇതുവരെ ഉണ്ടായിരുന്ന ഒരു സ്കോർ ബോർഡ് എന്ന് പറയുന്നത്. ഈ 2-ൽ നിന്ന് ഒരു മാറ്റം ഉണ്ടാകാൻ വേണ്ടിയാണ് UDFിൻ്റെ പ്രവർത്തനവും. എന്തായാലും കാത്തിരിക്കാം, കാത്തിരുന്ന് തന്നെ കാണാം.